ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ശബദിന്റെ പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാനായി ഉള്ള വേദഭാഗം സങ്കീർത്തനം 139 13-14 വാക്യമാണ്. ഇന്നത്തെ വിഷയം പവിത്രമായ ഒരു ബന്ധം എന്നുള്ളതാണ്. ഈ വാക്യം ഇപ്രകാരം പറയുന്നു: നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഇറ്റലി സന്ദർശിക്കുന്നവർക്ക് ഒരു പ്രത്യേക കലാസൃഷ്ടി കണ്ട് നിശ്ചയമായും അത്ഭുത പരതന്ത്രർ ആകും എന്നുള്ളതാണ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. 17 അടി ഉയരമുള്ള ഒരു ചെറുപ്പക്കാരനെ അവിടെ ചിത്രീകരിക്കുന്നു. ഇത് മൈക്കൽ ആഞ്ചലോ ദാവീദ് തോളിൽ കവിണയുമായി നിൽക്കുന്ന നല്ല പേശി ബലമുള്ള യുവാവായ അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കുന്നതാണ്. അതിന് 6 ടൺ ഭാരമുള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫ്ലോറൻസ് നഗരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രതിമ, തിളങ്ങുന്ന വെളുത്ത ഒരു പ്രതിമ ഉണ്ടാക്കുന്നതിന് തീരുമാനിച്ചപ്പോൾ 1-2 കലാകാരന്മാരെ അതിനുവേണ്ടി നിയോഗിച്ചു. അത് പരാജയമായി. അവസാനം വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള മൈക്കൽ ആഞ്ചലോയെ അതിനുവേണ്ടി നിയോഗിച്ചു. അദ്ദേഹം അത് പൂർണ്ണഹൃദയത്തോടെ ഏറ്റെടുക്കുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ കലാരൂപം അദ്ദേഹം ഉണ്ടാക്കുകയും 3 വർഷം പൂർത്തിയായപ്പോൾ അത് തീർത്തു കൊടുക്കുന്നതിനും ഇടയായി. പ്രിയ ദൈവമക്കളെ, ഈ കലാരൂപം വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 23 വർഷത്തിന് ശേഷം, ഒരു രാഷ്ട്രീയക്കാരൻ ജനാലയിലൂടെ ഒരു ഒരു കസേര വലിച്ചെറിഞ്ഞപ്പോൾ അതിന്റെ കൈ ഒടിഞ്ഞുപോയി. അതുപോലെ തന്നെ ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ ചുറ്റിക കൊണ്ട് അതിന്റെ കാലിലെ വിരലുകള് അടിച്ച് തകർത്തു. ഇന്ന് അവിടെ കാണുന്ന പ്രതിമ യഥാർത്ഥത്തിൽ അത് ഒറിജിനൽ അല്ല, അതിന്റെ ഒരു മാതൃക മാത്രമാണ്. അത് പിയാസ ഡെല്ല സിഗ്നോറയിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഈ കേടുപാടുകൾ, ദാവീദിന്റെ പ്രതിമയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു എങ്കിലും അതിനുശേഷം അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ പ്രതിമ ഇപ്പോൾ ഫ്ലോറൻസിലെ അക്കാദമിയ ഗാലറി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഇവിടെ മനോഹരമായ ഒരു കലാസൃഷ്ടിയെ കുറിച്ച് മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന വലിയ കലാകാരൻ സൃഷ്ടിച്ചതായിട്ട് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് കണ്ടാൽ മനുഷ്യൻ അത്ഭുത സ്തബ്ധരാകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആദി മനുഷ്യനായ ആദമിനെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ പൊടിയിൽ നിന്ന് അവനെ രൂപപ്പെടുത്തിയപ്പോൾ ഉൽപ്പത്തി 2:7 നമ്മൾ വായിക്കുമ്പോൾ അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് കാണാൻ കഴിയും. ഒരു സാധാരണ കലാകാരന് ആ കലാശില്പത്തെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ജീവൻ കൊടുക്കാനുള്ള കഴിവില്ല. എന്നാൽ സ്വർഗത്തിൽ ദൈവം നല്ല മനോഹരമായ ഒരു സൃഷ്ടി, കലാസൃഷ്ടി ഉണ്ടാക്കി അതിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി തീരുന്ന ഒരു നല്ല മനുഷ്യനായി തീരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെ പോലെ ഏറ്റവും വലിയ ഒരു കലാകാരൻ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഉണ്ടാക്കിയ ആ ശില്പത്തിലേക്ക് അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക്
ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ഒരു ദേഹിയായി തീരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേ ദൈവം ഇപ്പോഴും സൃഷ്ടിപ്പിന്റെ കർമ്മത്തിൽ തന്നെയാണ്. മനുഷ്യന്റെ ഉദരത്തിൽ, തന്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു. അത് അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെടുന്നു. ഞാനും നിങ്ങളും ഒക്കെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെടഞ്ഞു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് ഭൂമിയിലെ മനുഷ്യന് ഉള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ പവിത്രമായ ബന്ധം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അവന് ദൈവമില്ലെന്ന് പറയാനും അവന് ഇഷ്ടം പോലെ ഭൂമിയിൽ ജീവിക്കാനുമാണ് താല്പര്യം. എന്നാൽ പവിത്രമായ ഒരു മതം മനുഷ്യൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മനുഷ്യന് ദൈവവുമായി ഏറ്റവും അഭേദ്യമായ പവിത്രമായ നിശ്ചയമായും അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കുന്ന മനുഷ്യൻ ദൈവത്തോട് കൂറുള്ളവനായിരിക്കും. ദൈവവുമായി ആ ബന്ധത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. മൂഢനായ മനുഷ്യൻ, മൃഗപ്രായനായ മനുഷ്യൻ അത് തിരിച്ചറിയുന്നില്ല. പവിത്രമായ അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തിൽ നമ്മൾ തുടരണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ തുടർന്നാൽ നിത്യത മുഴുവൻ ആ ദൈവത്തോടു കൂടെ നമുക്ക് ആയിരിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ 70, 80, 100 വർഷക്കാലം ജീവിച്ചിരുന്നതിന് ശേഷം മൺമറയും. അതോടെ അവന്റെ ജീവിതമെല്ലാം തീരുന്നു. മാത്രമല്ല, അതിനുശേഷം അവന് സ്വർഗത്തിലെ ദൈവത്തിന്റെ വഴി തെരഞ്ഞെടുക്കാത്തത് കൊണ്ട് അവന് ഒരു ശിക്ഷാവിധിയെയും അവൻ നേരിടേണ്ടതുണ്ട് എന്ന് തിരുവചനം വളരെയധികം ശക്തമായി പ്രഘോഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആശയവിനിമയം ചെയ്യാനും അതുപോലെ തന്നെ ബുദ്ധിപരമായ ചിന്തയുള്ളവനായിരിക്കുവാനും യഥാർത്ഥമായി ദൈവവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടായിരിക്കുവാനും തക്കവണ്ണമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പരിണാമ സിദ്ധാന്തത്തിന് എതിരാണ് സൃഷ്ടിപ്പ് എന്ന് പറയുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മനുഷ്യന്റെ ഏകാന്തതയ്ക്കുള്ള മറുമരുന്നാണ് ഈ സൃഷ്ടിപ്പ്. കാരണം മനുഷ്യൻ ഏകനായിരിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും. കാരണം മരിച്ചാലും ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് മരിച്ചാൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് കൂടെ ആയിരിക്കാം. കർത്താവിന്റെ വരവുകൾ മരിച്ചില്ലെങ്കിൽ കണ്ണുമെങ്കിൽ രൂപാന്തരപ്പെട്ട് ദൈവത്തോടു കൂടെ ആയിരിക്കാം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പരിപാവനമായ ഒരു ബന്ധം ദൈവവുമായി സൃഷ്ടിച്ച് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിനോട് കൂടെ നിത്യതയിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവദൂതന്മാര് നമുക്ക് അവരുമായി സംസർഗം ചെയ്യുവാൻ കഴിയും. ആദം മുതൽ മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേറ്റ് അവരെയൊക്കെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആ അനുഗ്രഹിക്കപ്പെട്ട ബന്ധം സൂക്ഷിക്കേണ്ടയോ? നമുക്ക് ആദ്യ മാതാപിതാക്കന്മാരായ ആദമിനെയും ഹൗവയെയും അതുപോലെ തന്നെ വിശുദ്ധന്മാരായ അനേകം, അതായത് ദാനിയേലിനെയോ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അല്ലെങ്കിൽ ഹാനോക്ക്, ഇവരെയൊക്കെ ഇങ്ങനെയുള്ളവരെയൊക്കെയും നേരിട്ട് കാണാൻ കഴിയണ്ടയോ? നമുക്ക് ഏറ്റവും പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ഏലിയാവിനെ നമുക്ക് കാണണ്ടയോ? യോഹന്നാൻ സ്നാപകനെ നമുക്ക് കാണണ്ടയോ? ഇതൊക്കെയും കാണാൻ കഴിയും. ഈ പവിത്ര ബന്ധം നമ്മൾ സൂക്ഷിക്കുക. സ്വർഗത്തിലെ ദൈവം നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും. ഈ പവിത്രമായ ബന്ധം നമുക്ക് നൽകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളത് മറന്നു പോകരുത്. അവിടുത്തെ സൃഷ്ടി, നാം ഒക്കെ അവിടുത്തെ സൃഷ്ടിയാണ്. നമുക്കതുകൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കാം. നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം നമ്മെ ഭയങ്കരവും അതിശയകരവുമായി ദൈവമായ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത് മറക്കാതെ ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബത്തിൽ ഈ അനുഗ്രഹപ്പെട്ട വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടടുത്ത് ഏറ്റവും പവിത്രമായ ബന്ധം നമുക്ക് കർത്താവിൽ നമുക്ക് പുനഃസ്ഥാപിക്കാം. അങ്ങനെ ജീവിച്ച് നിത്യത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുമ്പനാട് ബ്രദർ വിൽസൺ സീഡിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പവിത്രമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, കുമ്പനാട് സഭയിലെ
ബ്രദർ വിൽസനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയമകനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ബർത്ത്ഡേ കാണുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ പ്രിയമകനെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബാംഗങ്ങളെ എല്ലാം കർത്താവ് ആശീർവദിക്കണം, കർത്താവ് അനുഗ്രഹിക്കുമാറാണ്. അതുപോലെ തന്നെ അടിയങ്ങൾ കർത്താവ് ഇന്ന് അടിയങ്ങൾ തിരുവചനം കേട്ടിരിക്കുന്നു. ആ തിരുവചനത്തിലൂടെ കേട്ട അനുഗ്രഹിക്കപ്പെട്ട പവിത്രമായ ബന്ധം, അടിയങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധം അങ്ങടിയങ്ങളുടെ ശ്രേഷ്ഠമാണ് എന്ന് ഓർക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അടിയങ്ങളെ കർത്താവിനായി സമ്പൂർണമായി സമർപ്പിക്കട്ടെ. അടിയങ്ങൾ ജീവിക്കുവാൻ നിത്യതയിൽ അടിയങ്ങൾ എല്ലാവരും കർത്താവിനെ സന്തോഷത്തോടെ അടിയങ്ങളെ കർത്താവെ കാണുവാൻ, കർത്താവുമായി സമയം ചെലവഴിക്കുവാൻ, ദൈവത്തിൽ സന്തോഷിക്കുവാൻ കർത്താവ് അടിയങ്ങളെ അനുഗ്രഹിക്കണം, ആസ്വദിക്കണം. അടിയങ്ങൾക്ക് ആർക്കും ഇത് നഷ്ടപ്പെടരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ശബദിന്റെ ഇനിയുള്ള മണിക്കൂറുകൾ സ്വർഗത്തിലെ ദൈവം കൂടിയിരിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.